വിശപ്പെടുത്ത് കണ്ണ് കാണാൻ വയ്യാതെ നിൽക്കുമ്പോഴാണ് കേട്ടോ സൊമാറ്റോ വഴി ബാക്ക് സ്ട്രീറ്റ് ബിസ്ട്രോയുടെ ഹാരിസ് പനീർ റാപ്പ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ വില സൊമാറ്റോയിൽ 169 രൂപയാണെങ്കിലും ഡിലൈറ്റ് 75 എന്നൊരു കൂപ്പൺ അപ്ലൈ ചെയ്തതുകൊണ്ട് 16 രൂപ 90 പൈസ കുറച്ച് കിട്ടി. സോ പാക്ക് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ്. പുറമേ ഒരു ബയോഡിഗ്രേഡബിൾ ക്യാരി ബാഗുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ബ്രൗൺ പേപ്പർ കവറുണ്ട്, അതിൻ്റെ ഉള്ളിലായി ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് നമ്മുടെ ഹാരിസ് പനീർ റാപ്പും ഒരു കെച്ചപ്പിൻ്റെ സാഷയും വെജ് പിക്കിൾസിൻ്റെ ഒരു എയർ ടൈറ്റ് പൗച്ചും ഉണ്ട്. ഞാൻ പൊതുവേ ഉപ്പിലിട്ട സാധനങ്ങൾ കഴിക്കാറില്ല കേട്ടോ. ആ ഉപ്പിൻ്റെയും വിനിഗറിൻ്റെയൊക്കെ കൂടെ ടേസ്റ്റ് വരുമ്പോൾ തൊണ്ടയ്ക്ക് ഇത്തിരി ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. കെച്ചപ്പും ഞാൻ നോർമലി ഉപയോഗിക്കാറില്ല. സോ ഈ റാപ്പ് മാത്രമായിട്ട് ഇന്ന് കഴിക്കാനാണ് എൻ്റെ പ്ലാൻ. ബട്ടർ പേപ്പർ തുറന്ന് ഈ റാപ്പ് കയ്യിലെടുത്തപ്പോൾ നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ. ഇത്രയും കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തുടക്കത്തിൽ നല്ല സംശയം ഉണ്ടായിരുന്നു. ഒരു വലിയ റോട്ടിക്കകത്ത് എല്ലാ ഫില്ലിങ്സും കൂടെ ഫില്ല് ചെയ്ത് നല്ല ഭംഗിക്ക് അവർ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും സ്പില്ലേജ് വന്നിട്ടില്ല, സൈഡിലോ ഫ്രണ്ടിലോ ഒന്നും ഒട്ടും സ്പില്ലേജ് വന്നിട്ടില്ല. അല്പം സോസ് മാത്രം നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ടായിരുന്നു. സോ നമുക്കിനി കഴിച്ച് നോക്കാം. ഫസ്റ്റ് ബൈറ്റ് എടുത്തപ്പോൾ തന്നെ അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല വിശപ്പായിരുന്നു, അത് ആ ടേസ്റ്റ് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ടേസ്റ്റിൽ ഞാൻ ഒരു പനീർ റാപ്പ് കഴിക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. ഒരിക്കലും ഞാൻ നോൺ വെജിറ്റേറിയൻ ഉപയോഗിച്ചിരുന്ന ആളാണ്. സോ ചിക്കൻ റാപ്പും റോളും ഒക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അതിനോട് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്യൂർ വെജിറ്റേറിയൻ ആയിട്ടുള്ള റാപ്പ് ഇത്രയും ടേസ്റ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. സാധാരണ ബാക്കിയുള്ള പനീർ റാപ്പിലെല്ലാം ഒരു വെജിറ്റേറിയൻ ചുവ അതിന് വരാറുണ്ട്, അതായത് ഒരു കടുവറുത്തത് പോലെയൊക്കെയുള്ള ഒരു ചുവ. ഇതിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, അതുപോലെ തന്നെ പനീർ ഫ്രൈ ചെയ്താണ് ഇട്ടേക്കുന്ന. സോസിൻ്റെ മിക്സിങ് ഒരു പ്രത്യേക രീതിയിലാണ്. എല്ലാം കൂടി വരുമ്പോൾ വെജിറ്റേറിയനാണ്, എന്നാൽ അതിൻ്റെ ഒരു ഭയങ്കര എൻഹാൻസ്ഡ് ആയിട്ടുള്ള ടേസ്റ്റുമാണ് നമുക്ക് കിട്ടാറ്. സോ അവസാനം ഈ റാപ്പ് കഴിച്ച് എല്ലാം പുറമേ സ്പില്ല് ചെയ്ത് വീണ് വന്നപ്പോൾ ഞാൻ സാധാരണ നമ്മൾ ചപ്പാത്തി എടുത്ത് അതിൻ്റെ അകത്ത് പൊട്ടറ്റോ കറിയോ പനീറോ ഒക്കെ വെച്ച് കഴിക്കത്തില്ലേ, അതുപോലെയാണ് കഴിച്ചത്. ഉള്ളി തീർക്കാൻ പറ്റുമോ എന്ന സംശയത്തോടെ തുടങ്ങിയെങ്കിലും ഫുള്ള് ഞാൻ കഴിച്ച് തീർത്ത് കേട്ടോ. അതുകൊണ്ട് തന്നെ ബാക്ക് സ്ട്രീറ്റ് ബിസ്ട്രോയ്ക്ക് ഞാൻ ഫുൾ റേറ്റിങ്ങും അതുപോലെ തന്നെ റെക്കമെൻഡും ചെയ്തിട്ടുണ്ട്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ ഹാരിസ് പനീർ റാപ്പിനെ പറ്റി പറയുന്നതാണ് ഈ സ്ക്രീനിലുള്ളത്. എല്ലാവരും വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.